നമുക്കിന്ന് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ക്യാരറ്റ്, 2 ക്യാരറ്റ് തൊലി ചീകി കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ഈന്തപ്പഴമാണ്. വലിയതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തന്നെയുമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഈന്തപ്പഴത്തിനുണ്ട്. മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല, ഞങ്ങൾക്കധികം മധുരം ഇഷ്ടമല്ലാത്തത്. പിന്നീട് വേണ്ടത് പാലും ഒരു 2 തുള്ളി വാനില എസൻസുമാണ്. ഇത്രയുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ മിൽക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഈ ക്യാരറ്റ് നമുക്കൊരു കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഡേറ്റ്സ് ഇടിരിക്കട്ടെ. അധികം വെള്ളം വേണ്ട, ഇത്രയും വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 5 വിസിൽ വന്നു, തണുത്തു. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കണേ. ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്തു. വെള്ളം അധികമില്ല, സ്വല്പം വെള്ളം വേണം. ഈ വെള്ളം നമുക്കങ്ങ് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ക്യാരറ്റ് തണുക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റിച്ചെടുത്തു. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഈന്തപ്പഴവും ക്യാരറ്റും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ബദാമും പറങ്ങാണ്ടി ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ബദാം ഇതിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് തയ്യാറാക്കാം. ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ടിടാം. കുരുവൊക്കെ കളഞ്ഞ് ഈന്തപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ബദാം തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ബദാം ഒന്നും ഇടണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. കുറച്ച് പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കാം. എല്ലാ പാലും കൂടെ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയത്തില്ല. ക്യാരറ്റും ബദാമും ഈന്തപ്പഴവും ഒന്നും. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ക്യാരറ്റും ഈന്തപ്പഴവും ബദാമും എല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് മിൽക്ക് തയ്യാറായി. ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും സ്കിന്നിനും തലമുടിക്കും ഒക്കെ വളരെ ഹെൽത്തിയാണ് ക്യാരറ്റ്. ഇത് ദിവസവും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് 2 തുള്ളി വാനില എസൻസ്, അതും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്, അതുകൊണ്ട് മാത്രം ചേർക്കുന്നു, നിർബന്ധമൊന്നുമില്ല. ഇതിളക്കി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് വേണമെങ്കിൽ കുടിക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് വേണമെങ്കിൽ കുടിക്കാം. ഇതുപോലെ വേണമെങ്കിലും കുടിക്കാം. തണുപ്പ് അവരവരുടെ ആവശ്യം പോലെ. ഈ ചൂടുകാലത്ത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. മധുരം അവരവരുടെ ആവശ്യം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം, തേൻ ചേർക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണെങ്കിൽ തേൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്, കൂടുതൽ മധുരം വേണ്ടവർക്ക്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുണ്ടാക്കണം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാമേ. നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഗ്ലാസ്സിലോട്ട് എടുക്കും. കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കുടിക്കാൻ പറ്റും. വളരെ റിഫ്രഷിങ്ങും വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ചൂടുകാലത്ത് നമ്മുടെ ശരീരം തണുക്കാനും ഒക്കെ നല്ലതായിട്ട് ഫലപ്രദമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.